ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. നിങ്ങളൊക്കെ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് എത്ര സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്? വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ രാജാവും നേതാവുമായ ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്താണോ ചോദിക്കുന്നത് അത് നൽകപ്പെടും എന്നുള്ളതാണ്. പക്ഷെ ആ സമയം ഏതാണെന്നുള്ളത് മറച്ചു വച്ചിരിക്കുകയാണ്. ലൈലത്തുൽ ഖദ്റൊക്കെ മറച്ചു വെച്ചതുപോലെ എല്ലാ സമയവും നമ്മൾ ഇബാദത്തുകളിൽ നിരതരാകാൻ വേണ്ടിയാണ് മറച്ചു വെച്ചിട്ടുള്ളത്. കാലം സഞ്ചരിക്കുന്നതിനനുസരിച്ച് യഥാർത്ഥത്തിൽ ഈമാനികമായി ചൈതന്യവും അറിവുള്ളവരൊക്കെ കുറഞ്ഞു പോകുമെന്നുള്ളതാണ്. പഴയ കാലങ്ങളിലൊക്കെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി വ്യാഴാഴ്ച ഉച്ച മുതലേ ഒരുങ്ങിത്തുടങ്ങും. വ്യാഴാഴ്ച ഉച്ച മുതൽ ഇസ്ലാമിക സ്ഥാപനങ്ങൾക്കും പള്ളി ദർസുകൾക്കൊക്കെ ലീവാണ്. യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി തലയും മുടിയും താടിയും എല്ലാം ശരിയാക്കി വെട്ടിയൊതുക്കി വെള്ളിയാഴ്ചത്തേക്ക് പ്രത്യേകം ഒരുങ്ങാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ലീവ് പോലും കൊടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ ആ ദിവസം തുടങ്ങുന്നത് വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടെയാണ്. വെള്ളിയാഴ്ച രാവിനും വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പലരും അതൊക്കെ വിസ്മരിച്ചു പോകുന്നു. നമ്മളൊന്നും ഒരിക്കലത് മറന്നുകൂടാ. എത്ര കാലം അതിവേഗതയിൽ സഞ്ചരിച്ചാലും ഇസ്ലാമിക ചൈതന്യവും ആ പഴമയുടെ തനിമയും നിലനിർത്തി റബ്ബിന് ഇബാദത്ത് ചെയ്യാനുള്ള സമയത്തെ ഒരിക്കലും അവഗണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്ത് വർദ്ധിപ്പിക്കൽ വളരെയധികം സുന്നത്തുള്ള സമയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്. സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 300 എണ്ണെങ്കിലും ചൊല്ലണം എന്നാണ് ഇമാമുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ചൊല്ലണം. അത് ഏത് സ്വലാത്തും ചൊല്ലാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്വലാത്തുകളൊക്കെയുണ്ട്. ഏത് നമുക്ക് ചൊല്ലാം. ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 മദീനയെ ആഗ്രഹിച്ച് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വർദ്ധിച്ചാൽ നാളെ ആരും തുണയില്ലാത്ത സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബറിൽ നമുക്ക് തുണയാകും, മഹ്ശറിൽ നമുക്ക് തുണയാകും. അള്ളാഹു ഇവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.